ബസ്സിലെ വൈറൽ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപക് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ വൈറൽ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ബ്രസ്റ്റിൽ ഇയാളെ കൈ മുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ വൈറലായി. ഇങ്ങനെ ബ്രസ്റ്റിൽ മുട്ടോ 2-3 പ്രാവശ്യം മുട്ടിയെന്നാണ് പറയണത്. അപ്പോൾ അത് മുട്ടിങ്ങി എന്ത് ചെയ്യണം? അതാ ബസ്സിലെ ഡ്രൈവറോട് പറയണം, കണ്ടക്ടറോട് പറയണം, ബസ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വിടണം, കേസ് എടുക്കണം, അദ്ദേഹത്തിന് അപ്പം തന്നെ ജയിലിലാക്കാമല്ലോ. ഇതെന്താ ചെയ്തത്? ഈ പെൺകുട്ടി ചെയ്തത് എന്താണ്? അപ്പം തന്നെ അത് വീഡിയോ ആക്കി അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലിട്ടു. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും കാണിക്കാമെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്തുണ്ടായി? ഒരാളുടെ മരണത്തിനിടയായി. ഒരു കുടുംബത്തിലെ നാഥനാണ് പോയത്. ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി, അയാളുടെ ഭാര്യ. ഇത് നമ്മുടെ ഈ ഓരോരുത്തർക്ക് മുറിവേൽക്കുമ്പോഴേ അഭിമാനത്തിന് മുറിവേൽക്കാന്ന് പറയും. അത് വളരെ ചിലവർക്ക് അതൊന്നും ഒരു പുല്ലുവലയാണ്. വല്ല പണങ്ങളുടെ കൂടെ ലോഡ്ജിൽ നിന്ന് പിടിച്ചാലും ഇനിയിപ്പോൾ വളരെ ബലാത്സംഗം ചെയ്യാൻ നിന്നിട്ട് ആളെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ പുല്ലുവലയായിട്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ചിലവർക്ക് ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ അവരുടെ മനസ്സിനത് സഹിക്കില്ല. അവരെന്താ ചെയ്തു കൂട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടി കാരണം ഒരു ചെറുപ്പക്കാരൻ ഒരു വീടിൻ്റെ അത്താണി മരിച്ചു. വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കതൊരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടീനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷക മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഫൗസി ഹബീബി എന്നാണ് ആ നമ്മുടെ വക്കീലിൻ്റെ പേര്. ആ വക്കീൽ എന്താ പറഞ്ഞോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഈ ആത്മഹത്യക്ക് കാരണക്കാരിയെ ജയിലിൽ അടയ്ക്കുമെന്നാണ് പറഞ്ഞു പോകുന്നത്. അത് സുപ്രീം കോടതി വരെ പോയാലും കുഴപ്പമില്ല. ഇവിടെ ആണുങ്ങൾക്ക് നീതി കിട്ടണം. ഇതുപോലുള്ള സാധുക്കളെ എങ്ങനെയൊന്നും ദ്രോഹിക്കാനോ ഇങ്ങനെയുള്ള മാനസികമായിട്ട് പീഡിപ്പിച്ച് ആത്മഹത്യക്ക് തള്ളിവിടാനോ ഇനി സമ്മതിക്കില്ല. ഈ പെൺകുട്ടീന് എന്ത് വില കൊടുത്തു ജയിലടയ്ക്കുന്നുള്ള പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വക്കീലിനെങ്കിലും തോന്നിയല്ലോ ഇത് നീതി അയാളുടെ ഭാഗത്താണെന്നുള്ളത്. തിരക്കുള്ള ബസ്സാണ്, ചിലപ്പോൾ ഒന്ന് തട്ടിന്നും മുട്ടിന്നൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇങ്ങനെ നാണം കെടുത്തുന്നതിലും ഭേദം അതപ്പം തന്നെ ഒന്ന് കാര്യമായിട്ട് അയാളൊന്ന് പറഞ്ഞ് അയാളൊന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അടുത്തുള്ളവരോട് പറഞ്ഞ് അയാൾക്ക് വേണമെങ്കിൽ ഒരു അടിയെ വെച്ച് കൊടുത്തിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊന്നും ചെയ്യാണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അയാളുടെ കുടുംബത്തിനെ അയാൾ നാറ്റിച്ച് ഒരു ജീവനാണ് പോയത്. ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി എന്താ ചെയ്യുക? ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. പെണ്ണുങ്ങളുടെ കാലാന്ന് തോന്നുന്നുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട്.